അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം നമസ്കാരം നിർബന്ധമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധമായ കർമ്മമാണ് നമസ്കാരം. നമസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അത് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നവർ സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കട്ടെ. അതിനും കഴിയാത്തവർ അവർ ഇരുന്ന് നമസ്കരിക്കട്ടെ. അതിനും കഴിയാത്തവർ അവർ കിടന്ന് നമസ്കരിക്കട്ടെ. നിൽക്കാൻ കഴിയുന്നവർ നിന്നും, അതിന് കഴിയില്ലെങ്കിൽ ഇരുന്നും, കിടന്നും, മലർന്നു കിടന്നും, ചെരിഞ്ഞു കിടന്നും, എങ്ങനെയാണോ കഴിയുന്നത് ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. നമസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇരുന്ന് നമസ്കരിക്കുന്നവർ ഇരുന്ന് നമസ്കരിക്കുമ്പോൾ ആ രീതിയിൽ റുക്കൂഇന് അല്പം കുനിഞ്ഞ്, സുജൂദിന് അതിനേക്കാൾ ഒരല്പം കൂടുതൽ കുനിഞ്ഞ്, ആ രീതിയിലൊക്കെ കഴിയുന്ന രീതിയിൽ കിടന്ന് നമസ്കരിക്കുന്നവർ കൈകെട്ടി മലർന്ന് കിടന്നിട്ട് തല കൊണ്ട് റുക്കൂയിലേക്ക് ഒരല്പം കുനിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, സുജൂദിലേക്ക് അതിനേക്കാൾ ഒരല്പം കുനിയാൻ പറ്റുന്നതിൽ അങ്ങനെ. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ഞാൻ റുക്കൂയിലാണ്, ഞാൻ സുജൂദിലാണെന്ന ബോധ്യത്തോടെ കണ്ണുകൊണ്ട് തീരെ ശരീരം അനക്കാൻ കഴിയാത്തവരാണെങ്കിൽ പോലും ജീവനും ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും അവർ നമസ്കരിക്കണം എന്നുള്ളതാണ്. നമസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പും ഇസ്ലാമിലില്ല. യാത്രക്കാർക്ക് നമസ്കാരത്തിൽ അവർക്കും നമസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല. ചില ഇളവുകൾ അള്ളാഹുവിൻ്റെ ദീന് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ചർച്ച നമ്മൾ അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. അഥവാ യാത്രയിലുള്ള ആളുകൾക്ക് അള്ളാഹിൻ്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഇദാ ളറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ്സലാ. നിങ്ങളിങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നമസ്കാരം ചുരുക്കിയിട്ടെങ്കിലും നിങ്ങൾ നമസ്കരിക്കണം. ചുരുക്കിയിട്ട് നമസ്കരിക്കുന്നതിലും തെറ്റൊന്നുമില്ല, അതിന് നിങ്ങളുടെ മേലിൽ ഒരു കുഴപ്പമില്ല, ഒരു കുറ്റമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. അപ്പോൾ ചുരുക്കി നമസ്കരിക്കുക. എന്താ ചുരുക്കി നമസ്കരിക്കുക എന്നുള്ള? 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 ആക്കി ചുരുക്കാം. അതാണ് ഖസ്ർ എന്നാണ് അതിന് പറയുക. 4 റക്അത്തുള്ള ളുഹ്ർ, അസ്ർ, ഇശാ ഈ 3 നമസ്കാരവും 2 റക്അത്തായിട്ട് ചുരുക്കി നമസ്കരിക്കുക. യാത്രയിൽ അല്ലാഹു തആല തരുന്നൊരു ഇളവാണത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോട് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അഥവാ ഇങ്ങനെ നബിയോട് ചോദിച്ചു, എന്ത് ഇങ്ങനെ ഖസ്റാക്കുന്നതാണോ നല്ലതല്ല ഖസ്റാക്കാത്തതാണോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഅഖ്ബലു സദഖതഹു. അള്ളാഹ് തന്നൊരു സദഖല്ലേ, സ്വീകരിക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹിൻ്റെ സദഖല്ലേ, അള്ളാഹിൻ്റെ ദാനല്ലേ, അത് നിങ്ങൾ സ്വീകരിച്ചോളിന്ന്. അപ്പം അങ്ങനെ ഖസ്റാക്കി നമസ്കരിക്കലാണ് ഏറ്റവും ആ വിഷയത്തിൽ നല്ലത് എന്നാണ് അതിൽ നിന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യാത്ര ഒരു ഖിത്അത്തും മിനൽ അദാബ് തന്നെയാണ്. ഒരു പ്രയാസമുള്ള സമയത്ത് അള്ളാഹ് തരുന്നൊരു ദാനം, പിന്നെ നമുക്ക് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ജംഅ്, അഥവാ അങ്ങനെയെങ്കിലും നമസ്കരിക്കണം എന്നർത്ഥം. മറ്റൊന്ന് ജംഅാണ്. ജംഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്മു തഖ്ദീമുമുണ്ട്, ജമ്മു തഅഖീറുമുണ്ട്. അഥവാ ജമ്മു തഖ്ദീം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമസ്കാരത്തിൻ്റെ സമയത്ത് രണ്ടും കൂടി നിസ്കരിക്കുക. അപ്പോൾ ളുഹറും അസ്റും ജംആക്കുക. ളുഹറിൻ്റെ സമയത്ത് അസ്റും കൂടി, ഇപ്പോൾ നമ്മൾ യാത്രയിലാണ്, ളുഹർ നിസ്കരിക്കുന്ന സമയം, ളുഹറിൻ്റെ സമയമായപ്പോൾ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക? ളുഹർ നമസ്കരിക്കുക. ആദ്യം ബാങ്ക് കൊടുക്കുക, പിന്നെ ഇഖാമത്ത് കൊടുക്കുക, ളുഹർ നമസ്കരിക്കുക. എന്നിട്ട് ഇഖാമത്ത് മാത്രം കൊടുക്കുക, അസ്റും കൂടെ അതിൻ്റെ കൂടെ നമസ്കരിക്കുക. അതാണ് ജമ്മു തഖ്ദീം എന്ന് പറയാം. അപ്പോൾ അത് ജമ്മും ഖസ്റും കൂടിയായിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെയാണ്? ആദ്യം ബാങ്ക് കൊടുക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, ളുഹർ 2 റക്അത്തായിട്ട് ഖസ്റാക്കി നമസ്കരിച്ചു. പിന്നെ നമ്മൾ ഇഖാമത്ത് മാത്രം കൊടുക്കുന്നു, എന്നിട്ട് അസ്റും 2 റക്അത്ത് ഖസ്റാക്കിയിട്ട് നമസ്കരിക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. അങ്ങനെ ളുഹറും അസ്റും നമുക്ക് ജംആക്കാൻ പറ്റും. അതോടൊപ്പം അതുപോലെ തന്നെ മഗ്രിബും ഇശാവും ജംആക്കാൻ പറ്റും. അപ്പോൾ ളുഹറും അസ്റും ളുഹറിൻ്റെ സമയത്ത് നമസ്കരിക്കാം, അതിന് ജമ്മു തഖ്ദീം എന്ന് പറയും. അസ്റിൻ്റെ സമയത്താണോ അങ്ങോട്ട് പിന്തിക്കുന്ന, അങ്ങനെ ആവാം. അപ്പോൾ നമ്മൾ ളുഹറിൻ്റെ സമയത്ത് കരുതുക, ഞാൻ ഇൻഷാ അല്ലാഹ് അസ്റിൻ്റെ സമയത്ത് അസ്റോട് കൂടി ജംആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ കരുതുക. അഥവാ ളുഹറിൻ്റെ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അസ്റിന് അതിന് ജമ്മു തഖീർ എന്ന് പറയും. അപ്പോഴും ഇങ്ങനെ തന്നെ, ആദ്യം അസ്ർ നിസ്കരിച്ചിട്ട് പിന്നെ ളുഹർ നിസ്കരിക്കല്ല കേട്ടോ. ആദ്യം ളുഹർ, അപ്പോഴും ആദ്യം ളുഹർ തന്നെയാണ് നമസ്കരിക്കേണ്ടത്, പിന്നെയാണ് അസ്ർ നമസ്കരിക്കേണ്ടത്. അഥവാ അതിൽ ഉള്ള തർത്തീബും മുവാലാത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം.
മഗ്രിബും ഇഷാവും അതേപോലെ തന്നെ മഗ്രിബിൻ്റെ നേരത്ത് നമസ്കരിക്കാം, അതിന് ജമ്മു തഖദീം എന്ന് പറയും. ഇഷാവിൻ്റെ സമയത്താണ് കഴിയുന്നെങ്കിൽ ഇഷാവിൻ്റെ സമയത്ത് നമസ്കരിക്കാം. അപ്പം മഗ്രിബ് ഖസറാക്കാൻ പറ്റൂല. മഗ്രിബ് 3 റക്അത്ത് നമസ്കരിക്കുന്നു, എന്നിട്ട് ഇഖാമത്ത് കൊടുത്തതിന് ശേഷം ഇഷാ എന്ത് ചെയ്യുന്നു, 2 റക്അത്ത് ഖസറാക്കി നമസ്കരിക്കുന്നു. അത് മഗ്രിബിൻ്റെ നേരത്താണെങ്കിലും ഇഷാവിൻ്റെ നേരത്താണെങ്കിലും ആദ്യം മഗ്രിബും പിന്നെ ഇഷാവും നമസ്കരിക്കണം. സുബഹി ഇതൊന്നും ചെയ്യാൻ പറ്റൂല, ജമ്മാക്കാനോ ഖസറാക്കാനോ ഒന്നും പറ്റാത്ത നമസ്കാരമാണ് സുബഹി. അത് ആ സമയത്ത് തന്നെ നമസ്കരിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനൊരു ഇളവ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഇസ്ലാം നമുക്ക് നൽകിയതിനെ ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തിയിട്ടെങ്കിലും നമസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പും ഇല്ല. അത് ഏത് സമയത്താവട്ടെ, യാത്രയിൽ, ട്രെയിനിലോ ഫ്ലൈറ്റിലോ കപ്പലിലോ എവിടെയാണെങ്കിലും നമ്മൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി ഖിബിലയൊക്കെ നോക്കാൻ കഴിയുമെങ്കിൽ നോക്കിയിട്ടൊക്കെ നമസ്കരിക്കണം. നമ്മളത് ഇസ്തിഖ്ബാലു ഖിബിലയുടെ അധ്യായത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, സൂക്ഷ്മത പുലർത്തുക. റസൂൽ പറയാണ്, സ്വഹാബത്ത് പറയാണ്, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വതി തബൂക്ക് ഫകാന യുസല്ലി അദ്ദുഹറ വൽ അസ്റ ജമീഅൻ വൽ മഗ്രിബ വൽ ഇശാ ജമീഅൻ. ളുഹറും അസ്റും തമ്മിലും മഗ്രിബും ഇശാവും തമ്മിലും ഞങ്ങൾ ജമ്മാക്കി നമസ്കരിച്ചിരുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. സൂക്ഷ്മത പുലർത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.